ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റ് ഹബ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സമൂസയാണ്. അതിനാവശ്യമായ മസാല എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് എരിവില്ലാത്ത കാശ്മീർ ചില്ലിയാണ്. ഗരം മസാല, ചിക്കൻ മസാല, ഞാൻ തന്നെ പൊടിച്ച കുരുമുളക് പൊടി ഇത്രയുമാണ് മസാല നമുക്ക് ആവശ്യം. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. ഇഞ്ചി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 വെളുത്തുള്ളിയും. ചിക്കൻ മസാലയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ, 2-3 ഉരുളക്കിഴങ്ങ് കുക്കറിന്റെ അകത്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഒത്തിരി അത് അളിഞ്ഞു പോകരുത്. നമുക്കിങ്ങനെ കൈ കൊണ്ട് ഉടച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള തരത്തിൽ ഉരുളക്കിഴങ്ങ് വേവിക്കണം. അതിനുശേഷം പാൻ അടുപ്പ് വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുകിടണം. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടണം. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞ് അതിൻ്റെ ഒരു മണവും ആ ഒരു ചവർപ്പും ഒക്കെ മാറുമ്പോഴത്തേക്കും ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കണം. മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അത്യാവശ്യം മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി സവോളയെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. സവോളയുടെ പാതി വേഗമാകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർക്കാം. നല്ലതുപോലെ വഴറ്റിയെടുത്ത സവോളയിലേക്ക് നമുക്ക് നന്നായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കാം. ക്യാരറ്റും സവോളയും നല്ലതുപോലെ വേകുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. വേവ് പാകമാകുമ്പോഴേക്കും അതിലേക്ക് മുളക് പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവ ആവശ്യത്തിന് ആഡ് ചെയ്യുക. മസാലയുടെ കുത്തൽ മണം പോകുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് അല്പം വെള്ളം ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് നല്ലതുപോലെ വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് ആഡ് ചെയ്യാം. ഈ മസാലയുടെ മിക്സും ഉരുളക്കിഴങ്ങൂടെ നല്ലതുപോലെ യോജിപ്പിക്കുക. അതിലേക്ക് വേവിച്ച് ചിക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യുക. അതും നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ സമൂസയ്ക്കുള്ള മസാലക്കൂട്ട് റെഡിയായി. ഇതിനി തണുക്കാനായിട്ട് മാറ്റിവെക്കാം. സമൂസ ഉണ്ടാക്കാനുള്ള ഷീറ്റ് നമ്മൾ കടയിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. ഇതിലെ ഒരു പാക്കറ്റിന് 110 രൂപയാണ് വില. അതിൽ 50 ഷീറ്റ് ഉണ്ട്. സമൂസ ഷീറ്റ് മടക്കുന്നതാണ് ഇനി ഇവിടെ കാണിക്കുന്നത്. അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ആദ്യം ഇതിലേക്ക് ഇത് ഒട്ടിക്കാൻ വേണ്ടി കുറച്ച് മൈദയിൽ വെള്ളം മിക്സ് ചെയ്ത് നമ്മൾ ലിക്വിഡ് പോലെ ആക്കുക. മടക്കുന്നതിനനുസരിച്ച് അത് ആ സൈഡുകളിൽ തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ ഒരു കോൺ ഷേപ്പിൽ നമുക്ക് ഈ ഷീറ്റ് മടക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ഫില്ല് ചെയ്യുക. അതിനുശേഷം ബാക്കിയിരിക്കുന്ന മൈദ ബാറ്റിൽ ഉപയോഗിച്ച് കോണിന്റെ ബാക്കി ഭാഗങ്ങൾ സമൂസ രൂപത്തിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ശേഷം തിളച്ച എണ്ണയിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സമൂസ കോണുകൾ മൊരിയാനായി ഇടുക. ഒത്തിരി സമൂസ കരിക്കരുത്. അതിനുള്ളിൽ തന്നെ ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ മറിച്ചിടുക. നമ്മുടെ ചിക്കൻ സമൂസ ഇവിടെ റെഡിയായിട്ടുണ്ട്. ചിക്കൻ സമൂസ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക.
ഞങ്ങളുടെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണുന്നതിനായി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.